കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടുന്ന ബിലീഫ് സിസ്റ്റംസ് എല്ലാം ചേർന്നാണ് നമ്മുടെ കോൺഷ്യസ്നസ് രൂപപ്പെടുന്നത്. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ ബോധം രൂപപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തെ നിങ്ങളുടെ ബ്രെയിൻ കംഫർട്ട് സോൺ ആക്കിയെടുക്കും. അതായത് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത് ആ സാഹചര്യമായിരിക്കും. ആ സാഹചര്യത്തിൽ നിന്ന് വിട്ട് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ബ്രെയിൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ആ മാറ്റത്തെ എതിർക്കാൻ ശ്രമിക്കും. ചിൽഡ്രൻ റേസ്ഡ് ഇൻ കെയോസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ഉണ്ട്. അതായത് വളരെ പ്രശ്നം പിടിച്ച സാഹചര്യങ്ങളിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ വിശദീകരിക്കുന്ന സൈക്കോളജിയാണത്. ഇത്തരം കുട്ടികൾ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും സമാധാനപൂർണമായ അന്തരീക്ഷം അവർക്ക് അപരിചിതമായിട്ടാണ് ഫീൽ ചെയ്യുക. അവരുടെ ബ്രെയിൻ ആ സമാധാനപൂർണമായ അന്തരീക്ഷത്തെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാൽ, സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരം കുട്ടികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ജനിച്ചു വളരുന്നത് അത്തരം സാഹചര്യങ്ങളെ നിങ്ങളുടെ ബ്രെയിൻ കംഫർട്ട് സോണാക്കി മാറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആ സാഹചര്യം മോശം സാഹചര്യമാണോ നല്ല സാഹചര്യമാണോ എന്നൊന്നും ബ്രെയിൻ നോക്കില്ല. ബ്രെയിനിന് അതായിരിക്കും പരിചിതമായ സാഹചര്യം. നമ്മൾ തുടക്കത്തിലെ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ, മാനിഫെസ്റ്റേഷൻ ഒരു പുതിയ കാര്യമല്ല. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ കെയോസ് പോലൊരു സിറ്റുവേഷനെ കംഫർട്ട് സോൺ ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ബ്രെയിൻ എന്ത് തരം ജീവിതമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും കൂടുതൽ മോശമായ ഒരു ജീവിതമായിരിക്കും നിങ്ങൾ സ്വയം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതായത് സബ് കോൺഷ്യസ് ലെവലിൽ ഇപ്പോൾ നിങ്ങൾ കംഫർട്ട് സോൺ ആക്കി വെച്ചിരിക്കുന്ന ജീവിതമായിരിക്കും നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ അതിനു മുകളിൽ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചാലും കൂടുതൽ മോശമായ ജീവിതം തന്നെ ആയിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിൽ അടിയുറച്ചു കിടക്കുന്ന കംഫർട്ട് സോണുകളെ ബ്രേക്ക് ചെയ്ത് കൂടുതൽ മികച്ച ജീവിതം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതിന് പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.